കട്ടപ്പനയിൽ തണലിടം പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചു. മാർച്ച് 31 മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. കട്ടപ്പന ബൈപ്പാസിലെ തണലിടം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കട്ടപ്പനയിലെ ആളുകളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് സാധ്യമാകുന്നത്. കട്ടപ്പന നഗരത്തിലെ ശാന്തസുന്ദരമായ സ്ഥലമാണ് ബൈപ്പാസ് ടൗൺ ഹാൾ റോഡ് കടന്നുപോകുന്ന ഭാഗം. ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളാൽ സമ്പന്നമാണ് ഈ ഭാഗം. കട്ടപ്പന ടൗണിൽ എത്തുന്ന നിരവധി പേർ വിശ്രമിക്കുന്നതിനായി ഈ പ്രദേശമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതിനാൽ ഈ ഭാഗം ഒരു തണലിടം ആക്കണമെന്ന ആവശ്യം നാളുകളായി ഉയരുന്നതാണ്. കട്ടപ്പനയിലെ വിവിധ സാംസ്കാരിക സംഘടനകൾ ഈ വിഷയം കട്ടപ്പന നഗരസഭ അധികൃതർ മുൻപാകെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് കട്ടപ്പന നഗരസഭ ഈ പ്രദേശത്ത് തണലിടം സ്ഥാപിക്കുവാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ സ്ഥലത്തെ മരങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് നഗരസഭ തണലിടം എന്ന പേരിൽ ഇവിടെ വിശ്രമ കേന്ദ്രം നിർമ്മിക്കുവാൻ തീരുമാനിച്ചത്. നഗരസഭ ബഡ്ജറ്റിൽ 15 ലക്ഷം രൂപ റോഡിന്റെ സൈഡ് കെട്ടിന് അനുവദിച്ചിരുന്നു. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ അമൃത് 2.0 പദ്ധതിയിൽപ്പെടുത്തി 37 ലക്ഷം രൂപയും അനുവദിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച തണലിടം പദ്ധതി മാർച്ച് 31 നാടിന് സമർപ്പിക്കുമെന്ന് കട്ടപ്പന നഗരസഭാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. ഈ ബൈപ്പാസ് റോഡിൽ നിലവിലുള്ള വീതി അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ലഭ്യമാകുന്ന സൗകര്യത്തിൽ ആളുകൾക്ക് ഇരിപ്പിടവും അതോടൊപ്പം തന്നെ മൂവബിളായിട്ടുള്ള ബാക്കി സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മുടെ തണലിടം പദ്ധതി. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാർച്ച് 31 മുമ്പ് തന്നെ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടിയുമായിട്ടാണ് മുനിസിപ്പാലിറ്റി മുമ്പോട്ട് നീങ്ങുന്നത്. മരങ്ങൾ നശിപ്പിക്കാതെ കല്ലുകെട്ടി സംരക്ഷിച്ച് ചാരുബഞ്ചുകൾ, പൂച്ചെടികൾ, സോളാർ ലൈറ്റ്, ക്യാമറ, കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ, ഫ്രീ വൈഫൈ, വ്യായാമത്തിനുള്ള സൗകര്യങ്ങൾ, കഫറ്റേരിയ എന്നിവയാണ് തണലിടത്തിൽ വരുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.